ഐസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പൈനാപ്പിൾ ഒരെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇതിനെ കൈതച്ചക്ക എന്നും പുറത്തച്ചക്ക എന്നും പറയാറുണ്ട്. പിന്നെ വേണ്ടത് പയറ്, വള്ളിപ്പയർ, വെള്ളരിക്ക, മുളക്, ഒരു ഏത്തമ്പഴം, ഉലുവ, കടുക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, തൈര്. അപ്പോൾ നമ്മളിനി പുളിശ്ശേരി ഉണ്ടാക്കാം. നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതും കുറച്ച് എണ്ണ, ഇനി കുറച്ച് കടുക്, കറിവേപ്പില, ഇതിലോട്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് പൈനാപ്പിൾ, ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക്, പാകത്തിന് ഉപ്പൂടെ ഇട്ട് വെള്ളമൊഴിച്ച് ഇതിനെ വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. തേങ്ങയുടെ കാര്യം പറയാൻ വിട്ടുപോയി. കുറച്ച് തേങ്ങ വേണം ഇതിൻ്റെ അരപ്പുണ്ടാക്കാൻ. കുറച്ച് മതി കേട്ടോ, ഒരുപാട് വേണ്ട, കുറച്ച് മതി. കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ഇനി ഉപ്പൂടെ ഇട്ട് അരച്ചെടുക്കണം. ഉപ്പ്. ഇനി നമുക്കിത് നല്ല മഷി പോലെ അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മളെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഉലുവയാണ്. അതൊരു ടീസ്പൂൺ തന്നെ ചേർക്കണം. ഒരു ടീസ്പൂൺ. ഇതിൽ മണവും രുചിയും കിട്ടുന്നത് ഇതാണ്. ഇനി നമുക്കിതിനൊന്ന് തിളപ്പിക്കണം. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ച് തൈര് ഒഴിക്കണം. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. നമുക്കിനി ഇതിനെ തണുപ്പിച്ചെടുക്കാം ഇറക്കി വെച്ച്. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കവർ തൈര്, നല്ല പുളിപ്പുള്ള തൈര് തന്നെ വേണം. നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം.